UAEയുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ചൂട് അതിരൂക്ഷമായി തുടരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ചൂട് കടുക്കുന്നതിനൊപ്പം ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന മേഘാവൃതമായ സാഹചര്യങ്ങൾ മൂലം ഉൾനാടൻ, കിഴക്കൻ, തെക്കൻ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നു. UAEയിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്ന് രാജ്യത്ത് പൊതുവെ തെളിഞ്ഞതോ ഭാഗികമായ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ കിഴക്കൻ, തെക്കൻ, ഉൾനാടൻ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട മഴ ലഭിക്കാനിടയുണ്ടെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ പ്രവചനം. അതേസമയം ഉച്ചയ്ക്ക് ശേഷം രൂപപ്പെടുന്ന സംവഹന മേഘങ്ങളുടെ സ്വാധീനത്താൽ ചില മേഖലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഉപരിതല ന്യൂനമർദ്ദത്തിന്റെയും മുകൾ അന്തരീക്ഷത്തിലെ ദുർബല ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശും. ചിലയിടങ്ങളിൽ ഇത് 45 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തി പ്രാപിച്ചേക്കും. കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്നതോടെ തുറസായ സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയരാനും കാഴ്ചാപരിധി കുറയാനും സാധ്യതയുള്ളതുകൊണ്ട് വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. പ്രധാന നഗരങ്ങളായ ദുബായിൽ 45 ഡിഗ്രി, അബുദാബിയിൽ 46 ഡിഗ്രി, ഷാർജയിൽ 43 ഡിഗ്രി എന്നീ നിലയിൽ താപനില ഉയരുമെന്നാണ് പ്രവചനം. ഉൾപ്രദേശങ്ങളിൽ ചിലയിടത്ത് പരമാവധി താപനില 50 ഡിഗ്രി വരെ എത്താനും സാധ്യതയുണ്ട്. വാരാന്ത്യത്തിലും സമാനമായ കാലാവസ്ഥ തുടരുമെന്നും കിഴക്കൻ, തെക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അതിശക്തമായ ചൂടും ഇടയ്ക്കിടെയുള്ള മഴയും പൊടിക്കാറ്റും ഒരേ സമയം അനുഭവപ്പെടുന്ന ഒരു അസാധാരണ കാലാവസ്ഥയാണ് UAEയിൽ തുടരുന്നത്. അനാവശ്യമായി നേരിട്ട് സൂര്യപ്രകാശത്തിൽ സമയം ചെലവഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിക്കുക എന്നിവയാണ് അധികൃതരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ഇന്റർനാഷണൽ ഡെസ്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.